ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? പലർക്കും ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം തടസ്സങ്ങളെയെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ ഫ്രീലാൻസ് കരിയറിലൂടെ നമുക്ക് സാധിക്കും. എന്താണ് ഫ്രീലാൻസിങ്? ആരാണ് ഫ്രീലാൻസേഴ്സ്? എന്താണ് ഗിഗ്? ഒരു ഓൺലൈൻ ജോബ് നോക്കുന്ന ഏതൊരാളും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ടേംസാണ് ഈ ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഗിഗ് എന്ന് പറയുന്നതൊക്കെ. ഫ്രീലാൻസിങ് എന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ജോബ് ആവട്ടെ, ഇപ്പോൾ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ എക്സൽ ക്ലീനിങ്, ഫോട്ടോ എഡിറ്റ്, മ്യൂസിക് ട്രാൻസ്ലേഷൻ, ഗ്രാഫിക് ഡിസൈനിങ്, വാട്ടെവർ. നമ്മളൊരു പർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്കൊരു സ്പെസിഫിക് റോളോ ഡെസിഗ്നേഷനോ ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യാണ്, ഇപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് സ്പേസ് ഉണ്ടായിരിക്കും. ആ കമ്പനിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമുക്ക് ബാധകമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റീസോ ഒന്നും നമുക്ക് ബാധകമല്ല. എന്നാൽ നമ്മൾ ആ കമ്പനിയിലോ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ക്ലയൻറ്റിന് വേണ്ടിയോ നമുക്ക് ഇഷ്ടമുള്ളിടത്തിരുന്ന് വർക്ക് ചെയ്യുകയാണ്. ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കഴിവുകളെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡാറ്റ എൻട്രിയോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങോ ഏതായിക്കോട്ടെ, നമ്മുടെ കഴിവുകളെ നമ്മളിവിടെ സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ അതായത് ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനോ വേണ്ടി വരുന്ന ജോലി നമ്മൾ ചെയ്തു കൊടുത്ത് നമുക്കൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നു. ഇതിനെയാണ് നമ്മൾ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തു കൊടുക്കുന്നവരെയാണ് നമ്മൾ ഫ്രീലാൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം ഫ്രീലാൻസിങ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇന്ന് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ജെന്യുവൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സെക്യൂരിറ്റിയോ ഒക്കെ ചോദിക്കുന്ന, പേയ്മെൻറ്റ് ചോദിക്കുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. അത്തരം സൈറ്റുകളിൽ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത്. 100% ഫ്രീ ആയിട്ടുള്ള സൈറ്റുകൾ നോക്കി വർക്ക് ചെയ്യാം. ഇന്ന് ടോപ്പ് 5 നിൽക്കുന്ന സൈറ്റുകളാണ് ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസർ, സോളിഡ് ഗിഗ്സ്, ഫ്ലെക്സ് ജോബ്സ് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സൈറ്റുകളിലൊക്കെ നമുക്ക് 100% ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് മാത്രമല്ല നല്ല ഇൻകം ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇൻകം ഏൺ ചെയ്യാമെന്നുകൊണ്ടുള്ള ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഒരു സൈറ്റിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കില്ല മറ്റൊരു സൈറ്റിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പ് 5 വരുന്ന ഫൈവർ, അപ്വർക്ക്, ഈ സൈറ്റുകളിലൊക്കെ ബിഗിനേഴ്സിന് വർക്ക് കിട്ടാൻ കുറച്ച് ടാസ്ക്കാണ്. എന്നാൽ ഫ്രീലാൻസേഴ്സ് എന്ന് പറയുന്ന സൈറ്റ് ബിഗിനേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈറ്റിൽ നമുക്ക് വർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഏൺ ചെയ്ത് തുടങ്ങാനും പറ്റും. അപ്പോൾ ഏത് സൈറ്റിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മളെ അഡ്വർടൈസ് ചെയ്യണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ അഡ്വർടൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഗിഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ ചില തമ്പനെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ വായിച്ചാൽ തന്നെ നമ്മൾ ആ വീഡിയോയിൽ പോയി ക്ലിക്ക് ചെയ്തിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിനെ അല്ലെങ്കിൽ ഒരു കമ്പനീനെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഗ്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ ആയിക്കോട്ടെ, അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതാം, ഒപ്പം പ്രൈസ് ഡിമാൻഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോ പ്രൈസ് ആയിരിക്കും ഡിമാൻഡ് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് വർക്ക് കിട്ടി തുടങ്ങുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സിന് ഒരുപാട് ഏൺ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് പതുക്കെ എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്ക് അത്യാവശ്യം വർക്ക് കിട്ടുകയും നന്നായിട്ട് ഏൺ ചെയ്യാനും പറ്റുന്ന സൈറ്റുകളാണ് ഈ പറഞ്ഞ ഫ്രീലാൻസേഴ്സ് ആണെങ്കിലും. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്വർക്ക്, ഫൈവർ അതുപോലെയുള്ള സൈറ്റുകളിലൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ബെസ്റ്റ് സ്കിൽ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ജോബിന് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ചൂസ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമ്മളൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഒരു സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്